എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ചെറുതിലെ കുഞ്ഞായിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കള്ളത്തരത്തിന് അമ്മ പിടിക്കുന്ന സമയത്ത് വീണ്ടും രണ്ടടി കൂടി വാങ്ങിച്ചെടുക്കാൻ വേണ്ടി വെറുതെ അമ്മയെ കളിയാക്കാൻ വേണ്ടി പാടിക്കൊണ്ട് നടന്ന ഒരു പാട്ടിൻ്റെ വരികൾ മൈൻഡിലേക്ക് വരികയാണ്. വെറുമൊരു മോഷ്ടാവായ എന്നെ അമ്മ കള്ളൻ എന്ന് വിളിച്ചില്ലേ, അമ്മ എന്നുള്ളതല്ല താൻ കള്ളൻ എന്ന് വിളിച്ചില്ലേ എന്നുള്ളതാണ് ജോൺസൺ മാഷ് പാടിയത്. അയ്യപ്പ പണിക്കർ, കവി അയ്യപ്പ പണിക്കരുടെ വരികളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയല്ല എന്നുണ്ടെങ്കിൽ തിരുത്തുക. 92 മറ്റോ ഇറങ്ങിയ ഒരു സിനിമയിലെ പാട്ടാണ്. വിജയ് മല്യയുടെ പോഡ്കാസ്റ്റ് കണ്ട സമയത്ത് അയാൾ ഇത് തന്നെ പാടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അയാളിങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കുറേയധികം കാര്യങ്ങൾ കൃത്യമായിട്ട് ഓരോ ആരോപണങ്ങളെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ന്യായവാദങ്ങൾ കൊണ്ട് നൈസായിട്ട് വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ത്രൂ ഔട്ട് ആ ഒരു പോഡ്കാസ്റ്റിൽ. ഈ ഒരു പോഡ്കാസ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടിരുന്നപ്പോൾ ഇടയിൽ എപ്പോഴോ എനിക്ക് പോലും പുള്ളിയോടൊരു സഹതാപം തോന്നി. എത്രയോ എയർലൈൻസുകൾ പൊട്ടി പാളീസായിപ്പോയി. അപ്പോൾ കിങ്ഫിഷറിന് മാത്രം എങ്ങനെയാണ് ഇത്ര വലിയ പതനുണ്ടാവുന്നത്? അയാളെ മാത്രം കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഒരു നിമിഷം വിചാരിച്ചു പോയി, ഇനി അങ്ങനെ വല്ലതും ഉണ്ടാവുമോ? പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. അങ്ങവരുടെ സ്റ്റോറി ഒരു സിനിമയാക്കി കഴിഞ്ഞാൽ അത് ഗംഭീര ഹിറ്റാകുമെന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. കാരണം അത്രയധികം സംഭവ ബഹുലമായിട്ടുള്ള ഒരു ജീവിതമാണ്. പക്ഷേ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളങ്ങളാണ്. രാജമാനിയുടെ പോഡ്കാസ്റ്റിൽ വിജയ് മല്യ പറഞ്ഞ കാര്യങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു മലയാളം ട്രാൻസ്ലേഷനാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഷയിൽ ഞാൻ പറയുന്നില്ല, കൃത്യമായിട്ട് കേട്ടത് ഞങ്ങൾ 1-2 ആളുകൾ ചേർന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രസന്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എഫേർട്ടിനെ പരിഗണിച്ചിട്ട് മാക്സിമം ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ആ ഒരു പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ആമുഖമായി ചില കാര്യങ്ങൾ പറയുകയാണ്. ഇന്ന് നമ്മൾ ഒരു വ്യക്തിയുടെ കഥയല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക രംഗങ്ങളിൽ ഒരേപോലെ നിറഞ്ഞു നിന്ന ഒരാളുടെ കഥ. വിജയ് മല്യ, ദ കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിത്രങ്ങൾ തെളിയും. ആഡംബരത്തിൻ്റെ, ആഘോഷത്തിൻ്റെ, പണത്തിൻ്റെ, സ്വകാര്യ വിമാനങ്ങൾ, കടലിൽ ഒഴുകി നടക്കുന്ന കൂറ്റൻ യാനങ്ങൾ, ലോകോത്തര സുന്ദരിമാർ അണിനിരന്ന കലണ്ടറുകൾ, ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളെ ഇളക്കി മറിച്ച് വർണ്ണപ്പകിട്ടാർന്ന പാർട്ടികൾ. ഇന്ത്യ ആഘോഷം എന്ന വാക്കിനൊരു പര്യായം കണ്ടെത്തിയ നാളുകൾ. ആ ആഘോഷത്തിന് മുഖമായിരുന്നു വിജയ് മല്യ. കിങ്ഫിഷർ എന്ന ബിയർ ബ്രാൻഡിനെ വെറും ഒരു മദ്യം എന്നതിലുപരി ഒരു ജീവിത ശൈലിയായി ഇന്ത്യയുടെ സിരകളിൽ പടർത്തിയ മാർക്കറ്റിംഗ് മാന്ത്രികൻ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന IPL ടീമിന്റെ അമരക്കാരനായി ഫോർമുല 1 ട്രാക്കുകളിൽ ഇന്ത്യൻ പതാക പാറിച്ച ധീരനായ വ്യവസായി. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ആകാശത്തും ഭൂമിയിലുമായി പരന്നു കിടന്നു. പക്ഷേ ഇന്ന് വിജയ് മല്യ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് ഈ ചിത്രങ്ങളല്ല, മറിച്ച് 9,000 കോടി രൂപയുടെ കടബാധ്യത, ബാങ്കുകളെ വഞ്ചിച്ച് രാജ്യം വിട്ട വ്യക്തി, സാമ്പത്തിക കുറ്റവാളി, പിടികിട്ടാപ്പുള്ളി എന്നിങ്ങനെയുള്ള പത്രവാർത്തകളുടെ കറുപ്പും വെളുപ്പും നിറഞ്ഞ തലക്കെട്ടുകളാണ്. ആ മനുഷ്യൻ ഇന്ന് എവിടെയാണ്? അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാണ്? പഴയ അപ്രതാപത്തിന്റെ നിഴൽ പോലും ഇന്നുണ്ടോ? ഏറ്റവും പ്രധാനമായി ഈ ആരോപണങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. 9 വർഷത്തെ നീണ്ട സമ്പൂർണ്ണ നിശബ്ദതയ്ക്ക് ശേഷം വിജയ് മല്യ ഒരു പോഡ്കാസ്റ്റിലൂടെ പൊതുസമൂഹത്തോട് സംസാരിക്കാൻ തയ്യാറായി. രാജ് ഷമാനി അവതാരകനായ ആ സംഭാഷണത്തിൽ അദ്ദേഹം തന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ അവതരിപ്പിച്ചു. ഇന്ന് നമ്മൾ ആ സംഭാഷണത്തിലൂടെ ഒരു ആഴത്തിലുള്ള യാത്ര പോവുകയാണ്. ഇതൊരു ചോദ്യോത്തര പരിപാടിയല്ല, മറിച്ച് ആ സംഭാഷണത്തിന്റെ ഒഴുക്കിനൊപ്പം സഞ്ചരിച്ച് അദ്ദേഹത്തിന്റെ വാദങ്ങളെയും വിശദീകരണങ്ങളെയും വെളിപ്പെടുത്തലുകളെയും മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. അദ്ദേഹം പറയുന്നത് പൂർണ്ണമായും സത്യമാണോ, അതോ സമർത്ഥമായ ഒരു പ്രതിരോധ തന്ത്രമാണോ ഇത്? നമുക്ക് പരിശോധിക്കാം. അപ്പോൾ തുടങ്ങാം വിജയ് മല്യയുടെ വാക്കുകളിലൂടെ. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒരു കാലത്തൊക്കെ ആളുകൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് ഏത് ജോലി ചെയ്യുന്ന ആൾക്കും കൂടുതൽ പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, കരിയറിൽ ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ കൂടിയേ തീരത്തുള്ളൂ. ഈ ഒരു കാലത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ ആർജിക്കേണ്ട ഒരു സ്കില്ലാണ് വീഡിയോ എഡിറ്റിംഗ് എന്ന സ്കില്ല്. ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന, സിനിമ പോലും എഡിറ്റ് ചെയ്യുന്ന അഡോബി പ്രീമിയർ പ്രോ, ഫൈനൽ കട്ട് പ്രോ എന്നീ സോഫ്റ്റ്വെയറുകളുടെ 1 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ സഹായിക്കുന്ന കോഴ്സുകൾ ഞാൻ തൊട്ട് താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ അവൈലബിൾ ആണ്. 1000 രൂപയിൽ താഴെ മുടക്കി നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് ഈ സോഫ്റ്റ്വെയറുകളിൽ ഏതെങ്കിലുമോ അല്ലെങ്കിൽ 2 എണ്ണമോ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിലെയും കമന്റ് ബോക്സിലെയും ലിങ്ക് പരിശോധിക്കുക. വിജയ് മല്യയുടെ വാക്കുകൾ അതേപടി മാത്രമാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ വാദങ്ങൾ, അദ്ദേഹത്തിന്റെ ന്യായവാദങ്ങൾ അതിനെയൊന്നും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പോഡ്കാസ്റ്റിന്റെ മലയാളം പരിഭാഷയിലേക്ക് അടക്കുകയാണ്. സംഭാഷണം തുടങ്ങുമ്പോൾ തന്നെ അവതാരകൻ ചോദിച്ച പ്രധാന ചോദ്യം എന്തുകൊണ്ട് ഇത്രയും കാലം മിണ്ടാതിരുന്നു എന്നതാണ്. മല്യയുടെ മറുപടി ഇന്ത്യൻ മാധ്യമങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നതായിരുന്നു. കഴിഞ്ഞ 9 വർഷമായി ഇന്ത്യൻ മാധ്യമങ്ങൾ എന്നെ ക്രൂരമായി വിചാരണ ചെയ്യുകയായിരുന്നു. അവർ പലതരം കഥകൾ മെനഞ്ഞു. എന്നെ ജനങ്ങളുടെ മുൻപിൽ ഒരു വില്ലനാക്കി. ഒരു TV ചാനലിലെ ആങ്കർ വിജയ് മല്യയെ ജയിലിലെ വേഷത്തിൽ കാണണം, ജയിലിൽ ഭക്ഷണം കഴിക്കുന്നത് കാണണം എന്നൊക്കെ അലറി വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു വലിയ മീഡിയ മെഷീനറിയോട് ഒറ്റയ്ക്ക് പൊരുത്താൻ എനിക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. എന്നാൽ ഇപ്പോൾ പോഡ്കാസ്റ്റ് പോലുള്ള പുതിയ മാധ്യമങ്ങൾ വന്നപ്പോൾ എൻ്റെ വാക്കുകൾ വളച്ചൊടിക്കാതെ എഡിറ്റ് ചെയ്യാതെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. തുടർന്ന് സംഭാഷണം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിലേക്ക് നീങ്ങി. നമ്മൾ കേട്ടിട്ടുള്ള സ്വർണ്ണക്കരണ്ടിയുടെ കഥകളെയെല്ലാം അദ്ദേഹം നിഷേധിച്ചു. വളരെ കർക്കശക്കാരനായ ഒരച്ഛൻ്റെ മകനായിരുന്നു താനെന്നും കോളേജിൽ പഠിക്കുമ്പോൾ വെറും 400 രൂപ ശമ്പളത്തിന് ഓഫീസിൽ ട്രെയിനിയായി ജോലി ചെയ്തിരുന്നുവെന്നും അദ്ദേഹം ഓർത്തെടുക്കുന്നു.
എൻ്റെ അച്ഛൻ പറയുമായിരുന്നു, നീ നന്നായി പഠിച്ചില്ലെങ്കിൽ എൻ്റെ കസേര നിനക്ക് കിട്ടില്ല എന്ന്. ആ ഭയമാണ് എന്നെ മുന്നോട്ടേക്ക് നയിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. അച്ഛൻ എന്നെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ അയച്ച് പരിശീലിപ്പിച്ചു. ഇംഗ്ലണ്ടിലെ ഒരു പെയിന്റ് ഫാക്ടറിയിൽ പോലും ഞാൻ പെയിന്റ് മിക്സ് ചെയ്യുന്ന ജോലി വരെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ മരണശേഷം 27-ാം വയസ്സിൽ യുണൈറ്റഡ് ബ്രൂവറീസ് എന്ന വലിയ സാമ്രാജ്യത്തിന്റെ തലപ്പത്ത് വിജയ് മല്യ എത്തി. അതൊട്ടും എളുപ്പമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. കമ്പനിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പലരും ആ സ്ഥാനത്തിനായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ സാധാരണക്കാരായ ഓഹരി ഉടമകൾ മല്യയെ പിന്തുണച്ചു. അവിടെ നിന്നാണ് നമ്മൾ അറിയുന്ന മല്യയുടെ ഉദയം. അദ്ദേഹം പറയുന്നു, എൻ്റെ അച്ഛൻ എല്ലാ കാര്യത്തിലും നേരിട്ട് ഇടപെടുന്ന ആളായിരുന്നു. പക്ഷെ ഞാൻ അധികാരങ്ങൾ വികേന്ദ്രീകരിച്ചു, കഴിവുള്ളവരെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് പുതിയ കാര്യങ്ങൾ ചിന്തിക്കാൻ ധാരാളം സമയം ലഭിച്ചു. കിങ്ഫിഷർ എന്ന പഴയ ബ്രാൻഡിനെ പൊടി തട്ടിയെടുത്ത് അതിനൊരു പുതിയ ഫേസും യുവത്വത്തിന്റെ ആഘോഷവുമായി ബന്ധിച്ച് അദ്ദേഹം നടത്തിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഒരു പാഠപുസ്തകമാണ്. ഇന്ത്യയിൽ മദ്യത്തിന് പരസ്യം ചെയ്യാൻ കഴിയാത്തതിനാൽ കിങ്ഫിഷർ എന്ന പേരിൽ കുപ്പിവെള്ളം വിപണിയിലിറക്കി. അതിന്റെ പരസ്യത്തിലൂടെ ബിയറിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു. കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്നത് ബിയറിന്റെ ടാഗ്ലൈൻ ആയിരുന്നു. മാധ്യമങ്ങൾ അത് എന്റെ പേരാക്കി മാറ്റിയെന്ന് അദ്ദേഹം പറയുന്നു. ആ പേര് തന്റെ ബ്രാൻഡിന് ഗുണം ചെയ്തതുകൊണ്ട് താൻ അതിനെ എതിർത്തില്ല. ഇതേ തന്ത്രം തന്നെയാണ് മാക്ഡെവിൾസ് നമ്പർ 1 വിസ്കിയെ ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡാക്കി മാറ്റാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചതും. ഫ്ലാംബോയന്റ് അഥവാ പ്രകടനക്കാരൻ എന്ന വിശേഷണത്തെ കുറിച്ചിട്ടും അദ്ദേഹം സംസാരിച്ചു. ഞാൻ ചെറുപ്പമായിരുന്നു, എൻ്റെ പ്രായത്തിലുള്ളവർ ചെയ്യുന്നത് പോലെ ഞാനും ജീവിതം ആസ്വദിച്ചു. നല്ല കാറുകൾ, പാർട്ടികൾ, സംഗീതം, ഇതൊന്നും എൻ്റെ അച്ഛൻ്റെ പ്രായത്തിലുള്ള മറ്റു വ്യവസായികൾ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് മാധ്യമങ്ങൾ എന്നെ പ്രകടനക്കാരനാക്കി. ഞാൻ എൻ്റെ സ്വന്തം പണമാണ് ചെലവഴിച്ചത്, ആരുടെ അടുത്തൊന്നും കടം വാങ്ങിയിട്ടല്ല ചെലവഴിച്ചത്. കിങ്ഫിഷർ കലണ്ടറിനെ കുറിച്ചിട്ടും അദ്ദേഹം സംസാരിച്ചു. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു. ദീപിക പദുക്കോൺ, കത്രീന കൈഫ് പോലുള്ള പല നടിമാരും കരിയർ തുടങ്ങിയത് കിങ്ഫിഷർ കലണ്ടറിലൂടെയാണ്. അത് താൻ വ്യക്തിപരമായ നേട്ടത്തിനല്ല, മറിച്ച് ബ്രാൻഡിന്റെ പ്രചാരണത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചതെന്നും മല്യ കൂട്ടിച്ചേർത്തു. കരയിലെ സാമ്രാജ്യം കെട്ടിപ്പടുത്തതിനു ശേഷമാണ് മല്യയുടെ കണ്ണുകൾ ആകാശത്തിലേക്ക് ഉയർന്നത്. അങ്ങനെയാണ് കിങ്ഫിഷർ എയർലൈൻസ് എന്ന സ്വപ്നം പിറക്കുന്നത്. ഇന്ത്യക്കാർക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ഒരു യാത്രാനുഭവം നൽകുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുന്നു. തുടക്കത്തിൽ കിങ്ഫിഷർ ഒരു അത്ഭുതമായിരുന്നു. യാത്രക്കാരെ അതിഥികൾ എന്ന് വിളിച്ച് വിമാനത്തിനുള്ളിൽ ലൈവ് TV, മികച്ച ഭക്ഷണം, യാത്രക്കാരുടെ കണ്ണട വരെ തുടച്ചു കൊടുക്കുന്ന എയർ ഹോസ്റ്റസുമാർ, ഓരോ വിമാനവും കൃത്യസമയത്ത് പുറപ്പെടുന്നുണ്ടോ എന്ന് താൻ പേഴ്സണലായി നിരീക്ഷിച്ചിരുന്നു എന്നും മല്യ പറയുന്നു. 2008 ആയപ്പോഴേക്കും അത് ഇന്ത്യയിലെ നമ്പർ 1 എയർലൈനായി മാറി. അപ്പോഴാണ് കഥയിലെ പ്രധാന വഴിത്തിരിവ്. എയർ ഡെക്കാനെ ഏറ്റെടുത്തത് അതൊരു മണ്ടൻ തീരുമാനമായിരുന്നില്ല എന്ന ചോദ്യത്തിന് മല്യയുടെ മറുപടി ഇങ്ങനെ: അതൊരു ബിസിനസ് തന്ത്രമായിരുന്നു. മാർക്കറ്റിലെ വില കുറഞ്ഞ മത്സരം ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യം. ഡെക്കാന്റെ ₹1 ടിക്കറ്റുകൾ മാർക്കറ്റിൽ ഒരു പ്രശ്നമായിരുന്നു. ഒരേപോലത്തെ വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഡെക്കാനെ വാങ്ങുന്നതിലൂടെ ആ പ്രശ്നം പരിഹരിക്കാനും കിങ്ഫിഷറിന് കൂടുതൽ വിപണി പിടിക്കാനും കഴിയുമെന്ന് ഞാൻ കരുതി. അല്ലാതെ വിദേശത്തേക്ക് പറക്കാനുള്ള എളുപ്പവഴി ആയിരുന്നില്ല. എല്ലാം ശരിയായി പോയിരുന്നെങ്കിൽ പിന്നെ എവിടെയാണ് പിടിച്ചത്? എങ്ങനെയാണ് കിങ്ഫിഷർ തകർന്നത്? മല്യ ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ട്രോം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് എല്ലാ പ്രതിസന്ധികളും ഒരുമിച്ച് വന്ന ഒരു സാഹചര്യം. ഒന്ന്, സാമ്പത്തിക മാന്ദ്യം. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി വ്യോമയാന മേഖലയെ സാരമായി ബാധിച്ചു. 2, ഇന്ധനവില. ക്രൂഡ് ഓയിലിന് വില ഒരു ബാരലിന് $60 നിന്ന് $140 കുതിച്ചുയർന്നു. ഇതോടെ പ്രവർത്തന ചെലവ് താങ്ങാൻ പറ്റാതായി. 3, സർക്കാർ നയങ്ങൾ. വിമാന ഇന്ധനത്തിന് സർക്കാർ ഉയർന്ന നികുതി ചുമത്തി. ഇളവുകൾക്കായി താൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വരെ കത്തെഴുതിയെങ്കിലും ഫലമുണ്ടായില്ല. അദ്ദേഹം പറയുന്നു, ഈ സാഹചര്യത്തിൽ കമ്പനി ചെറുതാക്കാനും ചില സർവീസുകൾ നിർത്താനും ഞാൻ തീരുമാനിച്ചു. അതിനായി അന്നത്തെ ധനമന്ത്രി പ്രണബ് മുഖർജിയെ ഞാൻ കണ്ടു. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ആളുകളുടെ ജോലി കളയരുത് എന്നാണ്, സർവീസ് തുടരും, ബാങ്കുകൾ സഹായിക്കുമെന്നാണ്. ആ ഉറപ്പിലാണ് ഞാൻ മുന്നോട്ടേക്ക് പോയത്. അതായിരുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. മല്യ ഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ അവിടെ നടത്തുകയാണ്. വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ എത്തിഹാദ് എയർവേസുമായി കരാറുണ്ടാക്കിയെന്നും എന്നാൽ സർക്കാർ അതിന് അനുമതി നൽകിയില്ലെന്നും അദ്ദേഹം വേദനയോടെ പറയുന്നു. എന്നാൽ കിങ്ഫിഷർ പൂട്ടിയതിനു ശേഷം അതേ നിയമങ്ങൾ സർക്കാർ മാറ്റി. എത്തിഹാദിന് ജെറ്റ് എയർവേസിൽ നിക്ഷേപിക്കാൻ അനുവാദം നൽകി. തന്റെ ഭാഗത്ത് ബിസിനസ് പരമായി പിഴവുകളില്ല, മറിച്ച് പ്രതികൂല സാഹചര്യങ്ങളും സർക്കാർ നയങ്ങളുമാണ് കിങ്ഫിഷറിന്റെ ചിറകരിഞ്ഞതെന്ന് മല്യ തറപ്പിച്ച് പറയുന്നു. കിങ്ഫിഷറിന്റെ തകർച്ചയോടെ മല്യയുടെ ജീവിതത്തിലെ കറുത്ത അധ്യായം തുടങ്ങി. ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതായിരുന്നു പ്രധാന ആരോപണം. അത് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. പക്ഷേ എൻ്റെ കയ്യിൽ വഴികൾ ഉണ്ടായിരുന്നില്ല. കമ്പനിയുടെ പണം ഏകദേശം 260 കോടി രൂപ കർണാടക ഹൈക്കോടതി മരവിപ്പിച്ചിരുന്നു. ആ പണം എടുത്ത് ശമ്പളം കൊടുക്കാൻ ഞാൻ കോടതിയോട് അപേക്ഷിച്ചു. പക്ഷേ ലോൺ തന്ന ബാങ്കുകൾ തന്നെ അതിനെ എതിർത്തപ്പോൾ കോടതി അത് തള്ളി. അദ്ദേഹം വിശദീകരിക്കുന്നു. പിന്നെ രാജ്യം വിട്ടതിനെ കുറിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. 2016 മാർച്ച് 2 കേസിന്റെ തലേദിവസം രാജ്യം വിട്ടത് എന്തിനായിരുന്നു എന്ന് രാജമാനി ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, അതൊരു ഒളിച്ചോട്ടമേ ആയിരുന്നില്ല. മാസങ്ങൾക്ക് മുൻപേ നിശ്ചയിച്ച ഒരു മീറ്റിങ്ങിനായിരുന്നു ഞാൻ പോയത്. ഞാൻ 1988 മുതൽ ഒരു നോൺ റെസിഡന്റ് ഇന്ത്യനാണ്, NRI. പോകുന്നതിന് മുൻപ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ പാർലമെന്റിൽ വെച്ച് കണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ ലണ്ടനിലേക്ക് പോവുകയാണ്, ബാങ്കുകളുമായി ഒരു ഒത്തുതീർപ്പിന് സഹായിക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു.
ഞാൻ പോയതിനു ശേഷം മാധ്യമങ്ങൾ അത് വിവാദമാക്കി. സർക്കാർ സമ്മർദ്ദത്തിലായി. അതിനുശേഷമാണ് എന്റെ പാസ്പോർട്ട് റദ്ദാക്കിയത്. അതോടെ എനിക്ക് തിരികെ വരാൻ കഴിയാതായി. ഞാൻ ഓടിപ്പോയതല്ല, എന്നെ ഓടിച്ചു വിട്ടതാണ്, എന്നെ പൂട്ടിയതാണ്. കിങ്ഫിഷറിന്റെ കഥയ്ക്ക് സമാന്തരമായി മല്യ കായിക ലോകത്തും തന്റെ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന IPL ടീമിനെ വാങ്ങിയത് ഒരു പൊങ്ങച്ചമായിരുന്നില്ല, മറിച്ച് അതൊരു കറതീർന്ന ബിസിനസ് തീരുമാനമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. റോയൽ ചലഞ്ച് എന്ന എന്റെ വിസ്കി ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല വേദിയായിരുന്നു IPL. അതുകൊണ്ടാണ് ടീമിന് റോയൽ ചലഞ്ചേഴ്സ് എന്ന് പേരിട്ടത്. വിരാട് കോഹ്ലിയെ ടീമിലെടുത്ത കഥയും രസകരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അണ്ടർ-19 ലോകകപ്പിൽ അവന്റെ കളി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവന്റെ കഴിവും ഊർജ്ജവും എന്നെ ആകർഷിച്ചു. അതുകൊണ്ട് ലേലത്തിൽ ആദ്യത്തെ അവസരം കിട്ടിയപ്പോൾ ഞാൻ അവനെ തന്നെ തിരഞ്ഞെടുത്തു, മല്യ പറയുന്നു. അതേപോലെ ഫോർമുല 1 ടീമായ ഫോഴ്സ് ഇന്ത്യ വാങ്ങിയതും ഇന്ത്യ ലോക കായിക ഭൂപടത്തിൽ എത്തിക്കാനായിരുന്നു. ഞാനതിനെ മല്യ ഫോർമുല 1 എന്ന് വിളിച്ചില്ല, ഫോഴ്സ് ഇന്ത്യ എന്നാണ് പേരിട്ടത്. ആഗോളതലത്തിൽ ഇന്ത്യൻ പതാക പാറിക്കാനായിരുന്നു അങ്ങനെ ചെയ്തത്. തീർച്ചയായും എന്റെ ബ്രാൻഡുകളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഞാൻ ആ അവസരം ഉപയോഗിച്ചു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഭാഷണത്തിന്റെ അവസാനത്തിൽ മല്യ തന്റെ ഏറ്റവും ശക്തമായ വാദം മുന്നോട്ടേക്ക് വെക്കുന്നു. കടം തിരിച്ചടയ്ക്കാത്ത കള്ളനാണ് താനെന്ന ആരോപണത്തെ അദ്ദേഹം കണക്കുകൾ നിരത്തിയാണ് പ്രതിരോധിക്കുന്നത്. നോക്കൂ, കണക്കുകൾ പ്രകാരം കിങ്ഫിഷറിന്റെ കടം 6203 കോടിയായിരുന്നു. എന്നാൽ സർക്കാർ തന്നെ ഇപ്പോൾ പാർലമെന്റിൽ സമ്മതിക്കുന്നു എന്നിൽ നിന്ന് 14,100 കോടി രൂപയുടെ ആസ്തികൾ പിടിച്ചെടുത്തുവെന്ന്. അതായത് തന്റെ കടത്തിന്റെ ഇരട്ടിയിലധികം തുക. ഇത്രയും പണം തിരിച്ചു പിടിച്ചിട്ടും എന്നെ എന്തിനാണ് ഇപ്പോഴും കള്ളൻ എന്ന് വിളിക്കുന്നത്? ഒരുപക്ഷെ കടം ഇരട്ടിയായി തിരിച്ചടച്ചിട്ടും കള്ളൻ എന്ന് വിളിക്കപ്പെടുന്ന ലോകത്തിലെ ഒരേ ഒരു വ്യക്തി ഞാനായിരിക്കും. 2012 മുതൽ താൻ ബാങ്കുകളുമായി ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ ബാങ്കുകളാണ് അതിന് വഴങ്ങാതിരുന്നെന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യയിൽ ഒരു ബിസിനസ് പരാജയപ്പെട്ടാൽ അതിന്റെ ഉടമ ഒരു കുറ്റവാളിയാണോ? എന്നെ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് ഒരു പോസ്റ്റർ ബോയ് ആക്കി മാറ്റുകയായിരുന്നു മാധ്യമങ്ങളും. മല്യയുടെ വാക്കുകളിൽ നിരാശ നിഴലിക്കുന്നു. അപ്പോൾ ഇതാണ് വിജയ് മല്യയുടെ ഭാഗം. അദ്ദേഹം പറയുന്ന കഥയിൽ അദ്ദേഹം ഒരു ഇരയാണ്. സാഹചര്യങ്ങളുടെയും സർക്കാർ നയങ്ങളുടെയും മാധ്യമ വിചാരണകളുടെയും ഇര. ഈ സംഭാഷണം നമ്മൾ കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ ഇതുവരെ കേട്ട കഥയ്ക്ക് ഒരു മറുവശം കൂടിയുണ്ട്. വിജയ് മല്യയുടെ വാദങ്ങൾ, അവകാശവാദങ്ങൾ, ആരോപണങ്ങൾ എല്ലാം ശുദ്ധ തട്ടിപ്പാണെന്നും തൻ്റെ ഇമേജ് തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചെറിയ ട്രൈ മാത്രമാണ് ഈ ഒരു പോഡ്കാസ്റ്റിൽ കൂടെ ഉദ്ദേശിക്കുന്നതെന്നും കൃത്യമായിട്ട് ഏതൊരാൾക്കും പഴയ ചില വാർത്തകൾ ഓർത്തെടുത്തു കഴിഞ്ഞാൽ ഈസിയായിട്ട് മനസ്സിലാവും. ധ്രുവ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ. ചില വാർത്തകൾ അതിൻ്റെ ആ ഒരു ടൈം ലൈൻ കൃത്യമായിട്ട് ആളുകളുടെ മുൻപിലേക്ക് കാട്ടിത്തന്നു. എപ്പോഴാണ് ലോൺ എടുത്തത്, എപ്പോഴാണ് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങാൻ തുടങ്ങിയത്, എപ്പോഴാണ് കോർട്ട് ആ ഒരു പണം ഫ്രീസ് ചെയ്തത് എന്നെല്ലാം കൃത്യമായിട്ട് ധ്രുവ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോയുടെ മലയാളം ട്രാൻസ്ലേഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ വീഡിയോ കണ്ട ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒരു കാലത്തൊക്കെ ആളുകൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് ഏത് ജോലി ചെയ്യുന്ന ആൾക്കും കൂടുതൽ പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, കരിയറിൽ ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ കൂടിയേ തീരത്തുള്ളൂ. ഈ ഒരു കാലത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ ആർജിക്കേണ്ട ഒരു സ്കില്ലാണ് വീഡിയോ എഡിറ്റിംഗ് എന്ന സ്കില്ല്. ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന, സിനിമ പോലും എഡിറ്റ് ചെയ്യുന്ന അഡോബി പ്രീമിയർ പ്രോ, ഫൈനൽ കട്ട് പ്രോ എന്നീ സോഫ്റ്റ്വെയറുകളുടെ 1 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ സഹായിക്കുന്ന കോഴ്സുകൾ ഞാൻ തൊട്ട് താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ അവൈലബിൾ ആണ്. 1000 രൂപയിൽ താഴെ മുടക്കി നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് ഈ സോഫ്റ്റ്വെയറുകളിൽ ഏതെങ്കിലുമോ അല്ലെങ്കിൽ 2 എണ്ണമോ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിലെയും കമന്റ് ബോക്സിലെയും ലിങ്ക് പരിശോധിക്കുക.